ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിലും ഓവനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുൾ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പേരില്ലെങ്കിൽ എന്താ, അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. അതിനായി സ്കിന്നോട് കൂടിയിട്ടുള്ള ഫുൾ ചിക്കനാണ് നമുക്ക് വേണ്ടത്. ആദ്യമായി അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങ നീര്, പിന്നെ സോയാ സോസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോയാ സോസ് ഒഴിക്കണത് ഇതൊരു പേസ്റ്റ് രൂപത്തിലാവണ വരെ നമുക്ക് സോയാ സോസ് ഒഴിക്കാം. അത് കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സോയാ സോസ് ഒഴിച്ചിട്ട് ഒരു നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവണം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇത് മസാല പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റിലൊന്ന് വെച്ചാൽ മതി. കുറേ സമയം വെച്ചാൽ അതിനനുസരിച്ച് ടേസ്റ്റ് വരും. 10 മിനിറ്റ് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മസാല ഒക്കെ ഉള്ളിൽ പുരട്ടാൻ പാകത്തിനാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. അങ്ങനെ ചിക്കനിലെ മസാല നല്ലോണം ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഓവനിലാണ്. അപ്പോൾ ബേക്ക് ചെയ്യേണ്ട പാത്രത്തിൽ കുറച്ച് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഫോയിൽ പേപ്പറിൽ പരത്തുക. ഇനി അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വെക്കുക, ഓരോന്നോരോന്നായിട്ട്. ഇനി നമുക്ക് നമ്മൾ ചിക്കന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മസാല പാത്രത്തിലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമുക്ക് ചിക്കനിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിൽ വെക്കാം. ഒരു 35 മിനിറ്റോളാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ബൈ.